തിരുവനന്തപുരം പൊന്മുടിയിൽ വോട്ട് രേഖപ്പെടുത്താൻ പോയ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. രാഹുലും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മേഘന മുരളി, അപ്പോൾ ഈ കാട്ടാന ആക്രമിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. മേഘന, കുടുംബത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, പറയൂ. SKN കുടുംബത്തിന് പരിക്കുകളൊന്നുമില്ല. കാറിലുണ്ടായിരുന്ന 3 പേരും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോയതാണ്. നെടുമങ്ങാട് വിതുരയിലാണ് താമസം. അതിനുശേഷം പൊന്മുടിയിൽ തന്നെയാണ് വോട്ടർ പട്ടികയിൽ പേരുള്ളത്. അങ്ങനെ പൊന്മുടിയിലേക്കുള്ള യാത്രക്കിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ വോട്ടറായിട്ടുള്ള രാഹുലും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ, കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. VSS എക്സിക്യൂട്ടീവ് അംഗമാണ് രാഹുൽ. ഈ വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് പൊന്മുടിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി പോകുന്നത്. അതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അതിൽ ഇപ്പോൾ പറയുന്നത് ഈ 3-ാം വളവിൽ വെച്ച് ഒരു ആക്രമണം ഉണ്ടായി എന്നതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ കുടുംബം പുറത്തിറങ്ങി മാറി നിന്നതിനാൽ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊന്മുടിയിൽ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൊന്മുടി 2-ാം വളവിന് സമീപവും ഈ കാട്ടാനയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച സംഘത്തിന് നേരെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവർക്കും പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.